കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ ആശയത്തിന് പിന്നിൽ. കൊച്ചി മെട്രോയുടെ ഫീഡർ സർവീസായി ഇതിനെ കണക്കാക്കുന്നു. 2023 ഏപ്രിൽ 26 പ്രവർത്തനം ആരംഭിച്ചു. കാലങ്ങളായി യാത്രക്കാർ കാത്തിരിക്കുന്ന തോപ്പുംപടി ഇടക്കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾ 2027 പ്രവർത്തനക്ഷമമാകുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ചെയർമാനും MD-യുമായ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. വേലിയിറക്കം മൂലമുള്ള സർവീസ് തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ മട്ടാഞ്ചേരിയിലെ എക്കൽ നീക്കം ചെയ്യൽ അടുത്ത 2-3 മാസത്തിനുള്ളിൽ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മട്ടാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിപാടിയിൽ സംസാരിക്കവേ ബെഹ്റ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനത്തിൽ മുൻഗണന നൽകണമെന്ന നിലപാട് വ്യക്തമാക്കി. കനാലുകളും കായലുകളുമുള്ള തീരപ്രദേശങ്ങളിൽ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സേവനങ്ങൾക്കായി പഠനങ്ങളും പൊതുജന പങ്കാളിത്തവും അനിവാര്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു. വേലിയേറ്റം കുറയുന്നത് കാരണം വാട്ടർ മെട്രോ സർവീസുകൾ റദ്ദാക്കുന്നത് പതിവായതിനാൽ മട്ടാഞ്ചേരിയിലെ എക്കൽ നീക്കം ചെയ്യുന്നത് ഈ പ്രശ്നത്തിന് സ്ഥിരം പരിഹാരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ നാളായി മേഖലയിൽ നിന്ന് ഉയരുന്ന പ്രധാന ആവശ്യങ്ങൾ ഒന്നായിരുന്നു ഇത്. എക്കൽ നീക്കം പൂർത്തിയാകുന്നതോടെ വാട്ടർ മെട്രോ സർവീസുകൾ കൂടുതൽ സുഗമമാകുമെന്ന് ബെഹ്റ പറഞ്ഞു. ശൃംഖല വികസനത്തിന്റെ ഭാഗമായി കൂടുതൽ സർവീസുകൾ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മട്ടാഞ്ചേരിയിൽ നിന്നുള്ളവർ കൂടുതൽ വാട്ടർ മെട്രോയെ ആശ്രയിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതികരണം. തോപ്പുംപടിയിലും ഇടക്കൊച്ചിയിലുമുള്ള വാട്ടർ മെട്രോ ടെർമിനലുകൾ 2027 പൂർത്തിയാകുമെന്നും മട്ടാഞ്ചേരിയുടെ ചരിത്രപരമായ വാണിജ്യ പ്രാധാന്യം പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും മെച്ചപ്പെട്ട ഗതാഗതം പരമ്പരാഗത വ്യാപാര സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് സഹായമാകുമെന്നും ബെഹ്റ കൂട്ടിച്ചേർത്തു.